ഇന്ത്യ റഷ്യ ബന്ധം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിരതയുടെ ഒരു ഘടകമാണെന്നും അവയുടെ വളർച്ചയും പരിണാമവും ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യം മാത്രമല്ല ലോകത്തിന്റെ താൽപര്യവും കൂടിയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഏതൊരു സാഹചര്യം വന്നാലും റഷ്യയുമായുള്ള ബന്ധത്തിൽ ഒരു തരത്തിലുമുള്ള വിള്ളൽ വീഴ്ത്താൻ അനുവദിക്കില്ല. യുഎസിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പോലും ഇന്ത്യ മുട്ടുകുത്താതെ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ പ്രാരംഭ പ്രസംഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ നിരവധി ഉഭയകക്ഷി കരാറുകൾ, സംരംഭങ്ങൾ, പദ്ധതികൾ എന്നിവ ചർച്ചയിലാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും കാണാനുള്ള ഈ അവസരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ഇതുവരെ 6 തവണ നിങ്ങൾ പരാമർശിച്ച നമ്മുടെ പതിവ് ആശയവിനിമയങ്ങൾ നമ്മുടെ ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രധാനപ്പെട്ട പ്രാദേശിക, ആഗോള, ബഹുമുഖ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കിടുന്നതിനും വളരെയധികം സഹായകമായി. 23ാമത് വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഈ പ്രത്യേക അവസരം എനിക്ക് കൂടുതൽ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിലായി നിരവധി ഉഭയകക്ഷി കരാറുകൾ, സംരംഭങ്ങൾ, പദ്ധതികൾ എന്നിവ ചർച്ചയിലാണ്. വരും ദിവസങ്ങളിൽ അവ അന്തിമ രൂപത്തിലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവ തീർച്ചയായും നമ്മുടെ പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന് കൂടുതൽ സാരാംശവും ഘടനയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്ന തുറന്ന മനസ്സോടെ സങ്കീർണമായ ആഗോള സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇരു രാജ്യങ്ങളും കൈമാറുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇതിൽ ഉക്രൈൻ സംഘർഷവും മിഡിൽ ഈസ്റ്റും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്നു. സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സമീപകാല ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ കക്ഷികളെയും ആ ലക്ഷ്യത്തെ ക്രിയാത്മകമായി സമീപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംഘർഷം നേരത്തെ അവസാനിപ്പിക്കുന്നതും നിലനിൽക്കുന്ന സമാധാനം ഉറപ്പാക്കുന്നതും മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും താൽപര്യത്തിലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ റഷ്യ ബന്ധം അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിരതയുടെ ഒരു ഘടകമാണ്. അതിന്റെ വളർച്ചയും പരിണാമവും നമ്മുടെ പരസ്പര താൽപര്യം മാത്രമല്ല ലോകത്തിന്റെ താൽപര്യവും കൂടിയാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ ചർച്ചകൾക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ എല്ലായ്പ്പോഴും സവിശേഷതയായ തുറന്ന മനസ്സോടെയുള്ള സങ്കീർണമായ ആഗോള സാഹചര്യത്തെക്കുറിച്ചും ജയശങ്കറും ലാവ്റോവും ചർച്ച ചെയ്തു. ഇതിൽ ഉക്രൈൻ സംഘർഷവും മിഡിൽ ഈസ്റ്റിലെയും അഫ്ഗാനിസ്ഥാനിലെയും സാഹചര്യവും ഉൾപ്പെടുന്നു. സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സമീപകാല ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ കക്ഷികളും ആ ലക്ഷ്യത്തെ ക്രിയാത്മകമായി സമീപിക്കുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉക്രൈനിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജയശങ്കർ വ്യക്തമാക്കിയതാണ്. സംഘർഷം നേരത്തെ അവസാനിപ്പിക്കുകയും നിലനിൽക്കുന്ന സമാധാനം ഉറപ്പാക്കുകയും ചെയ്യുന്നത് മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും താൽപര്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള പങ്കാളിത്തം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയാണെന്ന് ലാവ്റോ വിശേഷിപ്പിച്ചിരുന്നു. ന്യൂഡൽഹിയുമായുള്ള സാമ്പത്തിക സഹകരണത്തിനുള്ള നടപടികൾ മോസ്കോ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധമായ നടപടികളുടെ ആഘാതം വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നില്ലെന്നും ഉറപ്പാക്കാൻ ഇരുപക്ഷവും സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നുണ്ടെന്ന് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളെ പരാമർശിച്ചുകൊണ്ട് ലാവ്റോ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.